നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ അതിബുദ്ധിമാനായ ഒരു വ്യാപാരി. വ്യാപാരിയുടെ അതിബുദ്ധി എന്നും പറയാം. അതായത് ഒരു വ്യാപാരിക്കുള്ള നല്ല ബുദ്ധിയുണ്ട്, കൂടാതെ കണ്ട അതിബുദ്ധി കാണിച്ചു. ആ അതിബുദ്ധിയുടെ ഫലമാണ് പറയാൻ പോകുന്നത്. ഈ കഥ എല്ലാ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. കൂടുതൽ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യിക്കണം കേട്ടോ. കഥകൾ അതിസാഗരം, അതാണ് എൻ്റെ ചാനൽ. ഞാൻ മാലതി വാര്യർ. ഈ കഥ നടക്കുന്നത് ബനാറസിലാണ്, കാശിയിലാണ്. ബോധിസത്വൻ്റെ അവതാരമായിട്ട് അവിടെ വളരെ ധനികനായൊരു വ്യാപാരിയുടെ ഭവനത്തിലാണ് ഇത്തവണ ബോധിസത്വൻ ഒരു ആൺകുട്ടിയായിട്ട് വന്ന് ജനിച്ചു, വ്യാപാരിയുടെ മകനായിട്ട്. വ്യാപാരിക്ക് ഈ വ്യാപാരത്തിൻ്റെ കച്ചവടത്തിൻ്റെ എല്ലാ സൂത്രങ്ങളും കൗശലങ്ങളും ഒക്കെ അറിയാം. കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. തക്ഷശീലയിലേക്കൊന്നും പറഞ്ഞില്ല. കച്ചവടത്തിന് വേണ്ടതായ വിദ്യാഭ്യാസമൊക്കെ കാശിയിൽ കിട്ടുന്ന നല്ല വിദ്യാഭ്യാസമൊക്കെ അതൊക്കെ നേടിക്കൊടുത്തു. കച്ചവടത്തിൻ്റെ സൂത്രങ്ങൾ കൗശലങ്ങൾ എങ്ങനെയൊക്കെയാണ് ആൾക്കാരെ കൈകാര്യം ചെയ്യേണ്ടത്, തൻ്റെ കസ്റ്റമേഴ്സിനെ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ അച്ഛനും മകനും കുറേ നാൾ ഇതായി. അച്ഛനമ്മമാർ ഈ കുട്ടിക്ക് പേരിട്ടത് വിവേകി എന്നാണ്. ആ പേര് പോലെ തന്നെ അവന് നല്ല വിവേകിയായിരുന്നു കേട്ടോ. അന്വർത്ഥമാക്കുന്ന വിധത്തിൽ വിവേകപൂർവമുള്ള പെരുമാറ്റം, അറിവ്, പിന്നെ നല്ല നല്ല സദ്ഭാഷണങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, നിനക്ക് വ്യാപാരത്തിൻ്റെ എല്ലാവിധ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ആരും പറ്റിക്കാൻ നോക്കണതൊക്കെ നിനക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നീ സ്വന്തമായിട്ടൊരു വ്യാപാരം ചെയ്ത് നോക്ക്, നിനക്ക് വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് നീ അതിനൊന്ന് ശ്രമിച്ചു നോക്കുമെന്ന് ഉപദേശം കൊടുത്തു. അതനുസരിച്ചിട്ട് വിവേകി ഒരു വ്യാപാരം തുടങ്ങി. വസ്ത്രവ്യാപാരമായിരുന്നു കേട്ടോ അത്. വിദേശത്തേക്ക് പല സാധനങ്ങളും കയറ്റി അയക്കുക, സുഗന്ധദ്രവ്യങ്ങളൊക്കെ കയറ്റി അയക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളോട് പറഞ്ഞു, ഞാനും താങ്കളോടൊപ്പം വന്നോട്ടെ, കച്ചവടത്തിൽ പങ്കു ചേർന്നോട്ടെ എന്ന് ചോദിച്ചു. മറ്റൊരു യുവാവ് വന്നു. അപ്പോൾ പറഞ്ഞു, എനിക്ക് അങ്ങയെ ചേർക്കുന്നതിനൊന്നും വിരോധമില്ല. എൻ്റെ പേര് വിവേകി എന്നാണ്. ആ പേര് പോലെ തന്നെ ഞാൻ വളരെ വിവേകപൂർവ്വം എല്ലാവരോടും പെരുമാറാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്നോളൂ, ഞാൻ എൻ്റെ കൂട്ടത്തിൽ കൂടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പേര്, ഇത് നമ്മൾ തമ്മിൽ നല്ല ചർച്ചയാണല്ലോ, താങ്കൾ വിവേകി, എൻ്റെ പേര് അതിവിവേകി എന്നാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വിവേകം കൂടുള്ളൂ. അതുകൊണ്ട് ഞാനും ഇന്നു മുതൽ അങ്ങയോട് കൂടെ ചേരുകയെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി വളരെ ഒരുമിച്ച് സ്നേഹമായിട്ട് അങ്ങനെ കച്ചവടമൊക്കെ ചെയ്തു. കച്ചവടത്തിൽ നല്ലോണം ലാഭം കിട്ടി. രണ്ടുപേരും നല്ല സമർത്ഥരല്ലേ. ഒരാൾ സമർത്ഥനും അതിസമർത്ഥനും, ഒരാൾ വിവേകി അതിവിവേകി. അങ്ങനെ കച്ചവടമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രായപൂർത്തിയായി, കുടുംബമൊക്കെ ആയി. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ മക്കൾക്ക് ഇതുപോലെ അവസരം കൊടുക്കണ്ടേന്ന് കരുതിയിട്ട് ഇവരോട് എന്തു പറഞ്ഞു, വിവേകി അതിവിവേകിയോട് പറഞ്ഞു, നമുക്ക് ആകെ നമ്മുടെ മൊത്തം സമ്പത്ത് എത്രയുണ്ടെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് പങ്കുവെച്ച് സൗഹൃദത്തിൽ പിരിയാം. ഇനി നമ്മുടെ മക്കൾ കൊണ്ടു നടക്കട്ടെ നമ്മുടെ കച്ചവടമൊക്കെ. അപ്പോൾ അതിവിവേകിക്ക് തോന്നി, ഇത് തന്നെ അവസരം. എനിക്ക് ആകെ ഉള്ളതിൻ്റെ നേർപകുതി പോരാ, എനിക്ക് ഒരു പങ്കും കൂടെ കൂടാം. 3 പങ്ക് വെച്ചിട്ട് 2 പങ്ക് എനിക്ക് ഇനി കിട്ടണം. അതിനെന്താ വഴി, എന്തെങ്കിലും സൂത്രം. അപ്പോൾ ഒന്ന് പയറ്റി നോക്കാം എന്ന് പറഞ്ഞു. പയറ്റി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയപ്പം ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. ഞാൻ എന്ത് കാരണം പറഞ്ഞിട്ടാ എനിക്ക് 3-ൽ 2 പങ്ക് വേണമെന്ന് പറയണേ എന്നിങ്ങനെ ചിന്തിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബുദ്ധി വന്നു. അതിവിവേകിക്കൊരു സൂത്രം തോന്നി. അപ്പോഴേ വിവേകി, കാര്യമൊക്കെ ശരി, നമ്മുടെ മൊത്തം സമ്പത്ത് നമുക്ക് എണ്ണി നോക്കാം, പങ്കും വയ്ക്കാം നോക്കാം. എല്ലാം നോക്കി ഇപ്പോൾ അവർ വിചാരിച്ചതിനേക്കാളും ഒരുപാട് കൂടുതൽ സമ്പത്തുണ്ട്. വേഗം പങ്കുവയ്ക്കാൻ തുടങ്ങി. നേർപകുതി നിനക്ക്, നേർപകുതി എനിക്ക് എന്ന് വിവേകി പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ അതിവിവേകി പറയാം, നീ വെറും വിവേകി മാത്രമാണ്, നിനക്ക് എങ്ങനെയാണ് നേർപകുതി കിട്ടണത്? നിനക്കതിനൊന്നുള്ള യോഗ്യത ഇല്ല കേട്ടോ. ആകെ മൊത്തം 3 പങ്ക് വയ്ക്കും. ആ 3 പങ്കിൽ 1 പങ്ക് നിനക്ക്, 2 പങ്ക് എനിക്ക്. ഞാൻ അതിവിവേകിയാണ്. ഇതെന്തൊരു രീതി? നമ്മൾ 2 കൂട്ടരും ഒപ്പം ഒരേപോലെയല്ലേ കച്ചവടം തുടങ്ങിയത്, ഒരേപോലെയല്ലേ സമ്പാദിച്ചത്, എന്നിട്ടെങ്ങനെ നിങ്ങൾക്ക് 2 പങ്ക് എനിക്കൊരു പങ്ക്? അത് ശരിയാവില്ല. അതേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു അതിവിവേകി.
അത് പറ്റില്ല. ഞാൻ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് പരാതി കൊടുക്കാൻ പോവാ. രണ്ടുപേരും കൂടെ ഒപ്പം കച്ചവടം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പകുതിക്ക് അവകാശം എനിക്കില്ലയെന്നോ ഞാൻ രാജാവിനോട് പരാതി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഉടനെ അതിവിവേകിക്കുന്നുണ്ട്. രാജാവിൻ്റെ അടുത്ത് ചെന്നെത്തിയാൽ ഈ തട്ടിപ്പ് നടക്കില്ല. രാജാവ് എന്തെങ്കിലും ഉടക്കുണ്ടാക്കിയിട്ട് ഇവൻ്റെ ഭാഗത്ത് ചേരും. ഉടൻ തന്നെ അതിവിവേകി, എന്തിന് ഈ രാജാവിൻ്റെ സമക്ഷത്തൊക്കെ പോണേ? നമുക്ക് രാജാവിനേക്കാളൊക്കെ വലുത് ദൈവമല്ലേ, നമുക്ക് ദൈവത്തിനോട് ചോദിക്കാം. അങ്ങനെയാണോ നാട്ടു നടപ്പ്? വിവേകികൾക്ക് ഒരു പങ്ക്, അതിവിവേകികൾക്ക് 2 പങ്ക്. അതുകൊണ്ടാണ് എൻ്റെ അച്ഛനമ്മമാർ എനിക്ക് അതിവിവേകി എന്ന് പേര് തന്നെ വെച്ചത്. അത് ശരി, ദൈവം പറയുകയാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എവിടെ നിന്ന് കാണും നമ്മൾ? നമുക്ക് നടക്കാതെ കാട്ടിലേക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്ന് കാണാം? അപ്പോൾ കാട്ടിൽ കാണാം നമുക്ക്. നാളെ പറ്റില്ല, നാളത്തെ കഴിഞ്ഞ. അപ്പോൾ അതിവിവേകി പറഞ്ഞു, നാളെ എനിക്ക് വേറെ ഇത്തിരി ബന്ധപ്പാടുണ്ട്. മറ്റന്ന കാലത്ത് ഞാൻ കാടിൻ്റെ അതിർത്തിയിൽ നിൽക്കും. താനങ്ങ് വന്നോളൂല്ലോ. ഞാൻ വന്നേക്കാം. കാട്ടിൽ ഇന്ന ദിക്കിൽ ദൈവമുണ്ട്, എനിക്കറിയാം. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്, എനിക്കറിയാം. നമുക്ക് അവിടെ പോയി ചോദിക്കാം, ദൈവം പറയണ പോലെ. അവിടെ ഞാൻ നേരത്തെ പോയിട്ടുണ്ട്, എനിക്ക് അനുഭവമുണ്ട്. വേറെ ആൾക്കാർക്ക് അനുഭവമുള്ളത് എനിക്കറിയാം എന്ന് പറഞ്ഞ് അതിവിവേകിയും വിവേകിയും തമ്മിൽ പിരിഞ്ഞു. വിവേകി പിറ്റേ ദിവസം മുഴുവൻ ആലോചിച്ചു, ഇതിൽ എങ്ങനെയാണ് അയാളെ പറഞ്ഞ് മനസ്സിലാക്കുക? നേർപകുതിക്ക് അവകാശം എനിക്കാണല്ലോ, എനിക്ക് എൻ്റെ പങ്ക് നേർപകുതി കിട്ടാൻ ഞാൻ എന്താ ഇനി വേണ്ടേ എന്നിങ്ങനെ ആലോചിച്ചു. അതിവിവേകി ഒരു സൂത്രം കണ്ടുപിടിച്ചു. അതിന് വീട്ടിൽ ചെന്നിട്ട് വേഗം തന്നെ അച്ഛനോട് പറഞ്ഞു, കാട്ടിലേക്ക് അച്ഛാ വരൂ, നമുക്ക് കാട്ടിലേക്ക് പോവാം. അപ്പോൾ ഇയാൾ നേരത്തെ പോയപ്പോൾ കണ്ടല്ലോ, വലിയ ഒരു ചെറിയ മുടിഞ്ഞു പൊളിഞ്ഞ് കിടക്കണ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പുറകു ഭാഗത്തുള്ളൊരു ക്ഷേത്രത്തിനോട് അടുത്തൊരു മൈതാനം. ആ മൈതാനത്തിൻ്റെ ഒരു ഭാഗത്തോട്ട് വളരെ വലിയൊരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന് നല്ലൊരു പോടുണ്ട്. 2-3 ആൾക്കാർക്കൊക്കെ കയറിയിരിക്കാം അതിൻ്റെ ഉള്ളിൽ. ഗുഹ പോലെ. ആ പോടിനകത്തേക്ക് അച്ഛന് കയറിയിരിക്കാൻ പറ്റുമെന്ന് നോക്കുന്നു. അച്ഛൻ പറഞ്ഞു, ഞാൻ നല്ലോണം കയറിയിരിക്കാം, എന്താ കാര്യം? അപ്പോൾ ഉണ്ടായ കഥയൊക്കെ പറഞ്ഞു. വിവേകി ഞാനും കൂടിയിട്ട് കച്ചവടം ചെയ്തു. ഇപ്പോൾ അയാൾക്ക് പകുതി വേണമെന്നാണ് പറയണേ. അത് കൊടുക്കാൻ പറ്റില്ല. 3 പങ്ക് വെച്ചിട്ട് 2 പങ്ക് എനിക്കും 1 പങ്ക് അയാൾക്ക് വേണം. അപ്പം ഞാൻ പറഞ്ഞാൽ ആര് പറഞ്ഞാലും അയാൾ കേൾക്കില്ല. രാജാവിൻ്റെ അടുത്ത് പോകാമെന്നു. രാജാവിൻ്റെ അടുത്ത് പോയാൽ എന്നെ വേണമെങ്കിൽ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കും. അതാണ്ടാവുക, തുറുങ്കിൽ അടയ്ക്കും. അതുകൊണ്ട് എനിക്ക് 1 പങ്ക് കിട്ടില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞാലേ അവൻ കേൾക്കുള്ളൂ. അപ്പം ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വരും നാളെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക്. അച്ഛൻ അപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറിയാണ്. നമ്മളൊരു ഉച്ചയോടുകൂടി എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ വച്ചിട്ട് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി മരത്തിന് ഈ വൃക്ഷത്തിനെയൊക്കെ തൊട്ട് നമസ്കരിച്ച് ഞങ്ങൾ വൃക്ഷത്തോടായിട്ട് ചോദിക്കും, എത്ര പങ്ക്? അതിവിവേകിക്ക് എത്ര, വിവേകിക്ക് എത്ര? വിവേകി അപ്പം അച്ഛൻ പറയണം, വിവേകിക്കൊന്ന്, അതിവിവേകിക്ക് 2 എന്ന്. അങ്ങനെ പറഞ്ഞാൽ അയാളത് കേൾക്കും. എനിക്ക് 2 പങ്കും കിട്ടും, അയാൾക്ക് 1 പങ്കും കൊടുക്കാം കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനത് പറ്റൂല. എനിക്ക് പറ്റും, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. പിറ്റേ ദിവസമാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടി കാട്ടിലേക്ക് വന്നു. കാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നേരെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ദൈവത്തെ പ്രാർത്ഥിച്ചു. വൃക്ഷത്തിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട്. ഇതൊരു പുണ്യപുരം. അപ്പോൾ വഴിക്ക് വെച്ചിട്ട് പറഞ്ഞു, നമ്മളീ പോണ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു മൈതാനമുണ്ട്. ആ മൈതാനത്തിൻ്റെ അതിരിലായിട്ടൊരു വൃക്ഷം നിൽക്കുന്നുണ്ട്. വലിയ വൃക്ഷമാണ്, പക്ഷെ സത്യസന്ധനായ വൃക്ഷമാണത്. അതിന് മഹർഷിയായിരുന്നു എന്നാണ് പറയണേ. മരണശേഷം വൃക്ഷമായി വളർന്നതാണ്. ആ ദിവ്യവൃക്ഷം പറയും നമ്മളോട് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് കാര്യം ചോദിച്ചാലും ശരിയായ മറുപടി നമുക്ക് ആ വൃക്ഷം തരും. നമുക്ക് ആ വൃക്ഷത്തോട് ചോദിക്കാം, നമ്മളെ സ്വത്ത് എങ്ങനെയാണ് പങ്കുവയ്ക്കേണ്ടത്, നമുക്ക് ഓരോരുത്തർക്ക് എത്ര പങ്ക് വീതം ഉണ്ട് എന്ന് ചോദിക്കാം. അപ്പോൾ ആ വൃക്ഷം പറയണത് നമുക്ക് അനുസരിക്കാൻ പറ്റില്ലേ? ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. വിവേകിയോട് ചോദിച്ചു, താങ്കളെങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാനും അനുസരിക്കാം, വൃക്ഷം പറയണതല്ലേ, ദൈവം പറയണ പോലെയാണെന്നല്ലേ താൻ പറയണേ. ഞാനത് വിശ്വസിച്ചു. ആ വൃക്ഷം എങ്ങനെ പറയുന്നു അതുപോലെ അനുസരിക്കാൻ ഞാനും തയ്യാറാണ്. അപ്പോൾ പിന്നെ തർക്കമില്ലല്ലോ. വേഗം അങ്ങോട്ട് പോയി അവിടെ ചെന്നു, മരത്തിൻ്റെ അടുത്ത് ചെന്നു, പ്രദക്ഷിണം വച്ചു, തൊട്ട് നമസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട്, പുണ്യവൃക്ഷമേ ഞാൻ പറയുന്നത് കേൾക്കാനുണ്ടോ എന്ന് പറഞ്ഞു. 2 പേരും കൂടി പറഞ്ഞു, ഞങ്ങൾ വിവേകിയും അതിവിവേകിയും കൂടി വ്യാപാരം ചെയ്തു, ഞങ്ങൾ ഒരുപാട് സമ്പത്തുണ്ടാക്കി. ഇപ്പോൾ ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ആ സമ്പത്ത് മുഴുവൻ പങ്കുവച്ച് പിരിയാൻ പോവുകയാണ്. അപ്പോൾ വിവേകിക്ക് എത്ര പങ്ക്, വിവേകിയായ എൻ്റെ സുഹൃത്തിന് എത്ര പങ്ക് കൊടുക്കണം?
അതിവിവേകിയായ എനിക്ക് എത്ര പങ്ക് കിട്ടും? ഈ വിവരം എങ്ങനെ വേണം ഞങ്ങളുടെ സമ്പത്ത് പങ്കുവയ്ക്കാനെന്ന് പുണ്യവൃക്ഷമേ ഒന്ന് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. ഉടൻ തന്നെ മരത്തിൻ്റെ അകത്തു നിന്ന് ഞാൻ പറയാം, നടത്താവൂ എന്നൊരു ശബ്ദം. അങ്ങനെയാവാം, അങ്ങ് പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ അനുസരിച്ചോളാം. നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങൾക്ക് വലിയ ദോഷങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയണത് അനുസരിക്കാം. 2 പേരും കൂടി പറയൂ, അങ്ങ് പറയുന്നത് അനുസരിക്കാമെന്ന്. 2 പേരും കൂടി തൊഴുതുകൊണ്ട് പറഞ്ഞു, പുണ്യവൃക്ഷമേ, അങ്ങ് പറയുന്നത് ഞങ്ങൾ അനുസരിക്കാം. അങ്ങനെ വൃക്ഷം പറഞ്ഞു, നിങ്ങളുടെ സമ്പത്ത് ആകെ 3 പങ്ക് വയ്ക്കണം. ആ 3-ൽ 1 പങ്ക് വിവേകിക്ക് കൊടുക്കണം. 2 പങ്ക് അതിവിവേകിക്കുള്ളതാണ്. അതിവിവേകിക്ക് 2 പങ്ക്, വിവേകിക്ക് 1 പങ്ക്. 1 പങ്ക് വിവേകിക്ക്, 2 പങ്ക് അതിവിവേകിക്ക്. 1 പങ്ക് വിവേകിക്ക്, 2 പങ്ക് അതിവിവേകിക്ക്. പല പ്രാവശ്യം ഒരു വ്യത്യാസം, വിവേകിക്ക് 1 പങ്ക് അങ്ങനെ പറയും, അതിവിവേകിക്ക് 2 പങ്ക് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പുണ്യവൃക്ഷം പറയുക, വിവേകിക്ക് 1 പങ്കേ ഉള്ളൂ, അതിവിവേകിക്ക് 2 പങ്കുണ്ട് കേട്ടോ. 3-മത് വീണ്ടും പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് അവസാന വാക്ക്, അതിവിവേകിക്കാണ് 2 പങ്ക്, വിവേകിക്ക് 1 പങ്ക് കൊണ്ട് തൃപ്തിപ്പെട്ടോളൂ. ഇങ്ങനെ 2-3 പ്രാവശ്യം ഇത് തന്നെ മാറ്റി മറിച്ചും പല വിധത്തിൽ പറയണം. അതിവിവേകിക്ക് 2 പങ്കെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം പുണ്യമരത്തിൻ്റെ ശബ്ദത്തിന് ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ, ഏതാണ്ടൊരു കാപട്യം ഉണ്ടല്ലോ, നോക്കട്ടെ എന്ന് കരുതി. വിവേകി ബുദ്ധിശക്തിയുള്ള ആളും കൂടിയാണ്, അത് അതിവിവേകി ഇതേട്ടാ കുതന്ത്രന്നുള്ളൂ. അദ്ദേഹം ആ പരിസരത്തിലൊക്കെ തപ്പി തടഞ്ഞു പോയിട്ട് കുറേ ഉണക്കച്ചുള്ളികളും കുറേ കരിയിലകളും എല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ വൃക്ഷത്തിൻ്റെ പോടിൻ്റെ ഇരിക്കണതിൻ്റെ ചോട്ടിലായിട്ട്, പോടിൻ്റെ അടുത്ത് വേറെ ചെറിയൊരു പൊട്ടിക്കൂടെ കുത്തി തിരികെ അടുപ്പ് പോലെ പോടിനകത്തേക്ക് മരവും ചെറിയ ഉണക്കക്കൊള്ളികളും കരിയിലയും ഒക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. തീ അതിവിവേകി അപ്പം നോക്കി നിന്നു. എന്താന്ന് നോക്കി അയാൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് മനസ്സിലായില്ല. പറഞ്ഞ നേരം കൊണ്ട് കരിയിലയിട്ട് മരത്തിൻ്റെ പോടിനകത്ത് തീയിട്ടു വിവേകി. തീയങ്ങോട്ട് കത്തിപ്പിടിച്ച് കഴിച്ച് എന്തായി കാണിക്കണേന്ന് പറഞ്ഞു. നീ അവിടെ മാറിയേക്കടാ, നീ മാറി നിൽക്കുക, ഞാൻ വിവേകിയാണ്, ഞാൻ അതിവിവേകിയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പിടിച്ചു കെട്ടിയിട്ടു, നിൻ്റെയും കൂടെ ഞാൻ ഈ പൊത്തിനകത്തേക്ക് പിടിച്ചു കയറ്റും, അതിന് ഭേദം അവിടെ മാറിയെന്ന്. മാറി നിന്നെന്ന് പറയല്ല, അപ്പോഴേക്ക് പറഞ്ഞ നേരം കൊണ്ട് കരിയിലല്ലേ, ചുള്ളിക്കമ്പല്ലേ, തീയങ്ങാളി കത്താൻ തുടങ്ങി. ഇതിനകത്ത് പോടിനകത്ത് തീയും പുകയൊക്കെ ആയപ്പോൾ അതിവിവേകിയുടെ അച്ഛൻ അതിൻ്റെ അകത്തല്ലേ ഒളിച്ചിരിക്കണേ, അയാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? ചൂട്ടും പുകയും ശ്വാസം കിട്ടാനില്ല. അയാളവിടെ നിന്നിട്ട് അവിടുന്ന് ഒരു കണക്കിന് ചാടി ഓടി പുറത്ത് ചാടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് മോനേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരണേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിവിവേകി ചെന്നിട്ട് വേഗം അച്ഛനെ പിടിച്ചു. എന്താ അത്? അപ്പം വിവേകി പറഞ്ഞു, അത് ശരി, മരത്തിൻ്റെ അകത്ത് നീ എൻ്റെ അച്ഛനെ കൊണ്ട് കയറ്റി ഒളിപ്പിച്ചിരുത്തിയിട്ട് പറയിപ്പിച്ചതാണ് അല്ലേ ദൈവമാണെന്ന് പറഞ്ഞ്. അച്ഛൻ ദൈവം തന്നെയാണ്, അത് ശരിയാണ്. പക്ഷെ നീ ചെയ്തത് തെറ്റാണ്, നീയാണ് തെറ്റ് ചെയ്തത്, അതിന് കൂട്ടുനിന്നു നിൻ്റെ അച്ഛൻ, അത് ശരിയല്ല. വിവേകി എന്താ പറഞ്ഞ, അത് ശരിയല്ല. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് നമുക്ക് ഇവിടെ വച്ച് പറഞ്ഞ് പിരിയാം, സന്തോഷത്തോടെ പിരിയാം. നേർപകുതി മതിയോ? നിനക്ക് തരാം, നേർപകുതി ഞാനും എടുക്കും, സമ്മതമാണെങ്കിൽ കൈകൊട്. ഉടൻ അതിവിവേകി കൈ കൊടുത്തു. അങ്ങനെ അവർ സന്തോഷത്തോടെ 2 പങ്കായി ഭാഗിച്ചു. 1 പങ്ക് വിവേകിക്കും, 1 പങ്ക് അതിവിവേകിക്കും. ധർമ്മബോധം എന്താ ഈ കഥയിൽ? തെറ്റാണ് പറയുന്നതെങ്കിൽ, കള്ളത്തരമാണ് ചെയ്യുന്നതെങ്കിൽ മക്കൾ പറഞ്ഞാലും കൂട്ടു നിൽക്കാൻ പാടില്ല അച്ഛനമ്മമാർ. മറ്റൊന്ന്, നമുക്ക് അർഹതയുള്ളതേ നമ്മൾ വാങ്ങാവൂ, മറ്റൊരാളിൽ നിന്ന് തട്ടി പറയാനും പാടില്ല, അതും മനസ്സിലാക്കണം. അതാണ് ഈ കഥ.
എന്താണ് ഇന്നത്തെ കഥ? അതാണ് നമുക്ക് നൽകുന്ന ധർമ്മപദം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുമല്ലോ. കഥ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ. ഈ ചാനൽ എൻ്റെ സ്വന്തം ചാനലാണ്. ഞാൻ മാലതി വാര്യർ. നന്ദി.